ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ അടിപൊളി ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നത്. വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ്. അതുമല്ല, പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനായി വേണ്ടത് നാളികേരമാണ്. നാളികേരത്തിൻ്റെ പാലാണ്. ഞാൻ എല്ലാ വീഡിയോയിലും, എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് നാളികേരപ്പാൽ. നാളികേര ചിരവി ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതുപോലെ നാളികേരം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊന്ന് ഞാൻ ബ്രൗൺ സ്കിന്നൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിലേക്ക് അടിച്ചിട്ട് ഇതുപോലെ എടുത്താൽ നമുക്ക് നാളികേരം പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. മറ്റ് നാളികേരം ചിരവി എടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ എടുത്ത് ഞാനൊന്ന് നാളികേരപ്പാൽ ഒന്ന് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നാം പാല് മാത്രമേ ഉപയോഗിക്കുള്ളൂ, രണ്ടാം പാൽ ഉപയോഗിക്കരുത്. നല്ല കട്ടിയുള്ള പാലായിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര തന്നെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കോൺഫ്ലവർ ആണ് അതിലേക്ക് ആവശ്യം. ഒരു 2 സ്പൂണോളം കോൺഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എടുത്തു വെച്ച നാളികേരപ്പാൽ ഒരു 4-5 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്ന അത്ര നാളികേരപ്പാൽ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് വെക്കണം. ആദ്യം നമ്മൾ കട്ടല്ലാണ്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ചൂടാക്കണം. അപ്പം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പാല് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് നല്ലോണം ചൂടായാൽ ബബിൾസൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മളൊന്ന് അതിലേക്ക് ഇനി അടുത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇടാം. ഞാൻ ഇവിടെ ഒരു മീഡിയം മധുരമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആ മധുരം ആവശ്യമുള്ളവർ കൂടുതൽ മധുരം എടുക്കാം. നമ്മൾ മധുരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മധുരം എടുക്കാം. ഞാനൊരു 4 സ്പൂണ് പഞ്ചസാരയാണ് ഇവിടേക്ക് ഇട്ടത്. അത് നല്ലോണം ഇളക്കിയിട്ട് ഇതും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി വരണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, കോൺഫ്ലവർ നല്ലോണം കലക്കി വെച്ച് അതും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കട്ട കൂടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പ്രത്യേകിച്ച് കോൺഫ്ലവറാണ് ഇതിൽ ഒഴിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാകുമ്പോഴേക്കും ഇതൊന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒന്നും കൂടി കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ നോക്കാം. കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര മതിയായില്ലെങ്കിൽ കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഇപ്പോൾ ഇടാം. അപ്പോൾ നമുക്ക് നല്ല മധുരമാണ് വേണമെങ്കിൽ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ അപ്പോഴേക്കും ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒഴിച്ച് വെക്കാനൊരു പാത്രം സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒഴിച്ചിട്ട് അതൊന്ന് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഈ ചൂടാറുന്നത് വരെ നമ്മളൊന്ന് പുറത്ത് വെക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കഴിയണത് സെറ്റായി കിട്ടാൻ. അപ്പോൾ നമുക്ക് നല്ല പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. നാളികേരപ്പാലിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്കല്ല, നമ്മൾ പുറത്ത് വെച്ച് നല്ലോണം തടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഉണ്ടാക്കി കഴിയാൻ ആകെ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റും കൂടി വേണ്ട, അത്രയേ ഉള്ളൂ പണി. പക്ഷേ ഇത് ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ടൈമാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 മണിക്കൂറൊന്നും ആയിട്ടില്ല. മക്കളൊന്നും സമ്മതിക്കുന്നില്ല. ഞാനൊരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് 2 മണിക്കൂർ വെക്കണം. അപ്പോൾ നല്ല സെറ്റായി കിട്ടും. ഇവിടെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും മക്കൾ ഇവിടെ കരച്ചിലൊക്കെ ആയിട്ട് നമ്മളത് എടുത്തിട്ടുണ്ട്. എന്നാലും ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ പാത്രം ഒന്ന് ചെരിഞ്ഞ് പോയി സൈഡിലേക്ക്. എന്നാലും കുഴപ്പമില്ല. ഞാനൊന്ന് മെല്ലെ പാത്രം മുന്നിച്ച് നോക്കുകയാണ് കേട്ടോ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നാലും ശരിക്കും 2 മണിക്കൂർ നിങ്ങൾ വെക്കണം. കണ്ടോ ഇത് ടേസ്റ്റാണെന്നറിയാം. നല്ല സോഫ്റ്റ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ ഇതുപോലെ ഇളകിയാൽ കണ്ടോ ഇത്ര സോഫ്റ്റുള്ള പുഡിങ്ങാണ്. അത്രയും സോഫ്റ്റുമാണ്. നമ്മൾ വീട്ടിലുള്ള ആകെക്കൂടി 3 സാധനങ്ങൾ മാത്രം മതി ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് മക്കൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. മക്കൾക്കൊക്കെ അറിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും പുഡിങ് ഉണ്ടാക്കാൻ നാളികേരപ്പാൽ മാത്രം എടുക്കാനുള്ള
അതും ഞാനിങ്ങനെ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതെടുത്ത് കഴിയും. നാളികേരപ്പാൽ ഇതുപോലെ കണ്ട 2 മണിക്കൂറിന് മുന്നേ ആയിട്ടും ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.